സുഹൃത്തുക്കളെ, ഇന്നെല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്കൊരു ചെറിയ ചെടി പരിചയപ്പെടുത്തി തരാം. വേറെ ആരുമല്ല, ഞെരിഞ്ഞിൽ എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ ഈ ചെടിയെ പറയുന്ന പേര്. നിങ്ങളുടെ നാട്ടിൽ ഈ പേര് ഞെരിഞ്ഞിൽ തന്നെയാണോ എനിക്കറിയത്തില്ല, കമൻറ്റ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഈ ചെടിയുടെ പ്രത്യേകത, ഇതിൻ്റെ ഇലയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇല കുറുക്കിയെടുത്ത് കഴിച്ചാൽ നമുക്ക് എന്ത് മാറാത്ത ചുമയും മാറും എന്നാണ് പറയുന്നതല്ല, സത്യമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിന് രുചിക്ക് വേണ്ടി കരിപ്പെട്ടി ഇട്ടാണ് നമ്മളിത് ഈ ഇല കുറുക്കി കഴിക്കുന്നത്. അപ്പോൾ കരിപ്പെട്ടി നന്നായിട്ട് വെള്ളത്തിൽ ലയിപ്പിച്ചെടുത്തിട്ട് ഈ കരിപ്പെട്ടിയും ഒപ്പം നമുക്ക് കുറച്ച് പച്ചരി ഉണ്ടല്ലോ, പച്ചരി, പുഴുക്കലരി വേണമെന്നുള്ളവർക്ക് പുഴുക്കലരി എടുക്കാം. ആവശ്യത്തിന് പച്ചരി എടുത്തിട്ട് ഈ നമ്മൾ പിച്ച് വെച്ചിരിക്കുന്ന ഞെരിഞ്ഞിലരിയും കൂടെ നല്ല വൃത്തിക്ക് മിക്സിക്കകത്ത് അരച്ച് നല്ല രീതിയിൽ അരച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മളുടെ കരിപ്പെട്ടി ഒഴിക്കുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നെയ്യ് ഒഴിക്കാം, അതല്ലെങ്കിൽ നെയ്യോ തേങ്ങാപ്പാലും ഒഴിച്ച് നമുക്കിത് കുറുക്കിയെടുക്കാം. ടേസ്റ്റ് ഭയങ്കരമായിരിക്കും, ഗുണവും കൂടുതലായിരിക്കും കേട്ടോ. അപ്പം നോക്കി, ഇത് നല്ല രീതിയിൽ കുറുക്കിയെടുക്കുക. എന്നിട്ട് ഇത് രാത്രിയിൽ കഴിച്ചിട്ട് കിടന്നുറങ്ങുക. നേരം വെളുക്കുമ്പോൾ നമ്മുടെ ചുമയെല്ലാം പമ്പ കിടക്കും, ഉറപ്പാണ് കേട്ടോ. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ദയവ് ചെയ്ത് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ. അപ്പോൾ എന്താണ്ട് ഇത് ഞാൻ നല്ല വൃത്തിക്ക് കുറുക്കിയെടുക്കുകയാണ്. നല്ല കുറുക്ക് പരുവത്തിലാക്കി നല്ല പച്ച ഹൽവ പോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് കഴിച്ച് നോക്കണം. ഈ കാണുന്ന പോലെ ഒന്നും അല്ല കേട്ടോ, അപാര ടേസ്റ്റാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നിടം വരെ ഓക്കെ, ബൈ.